നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി. നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വെമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം ഇതെല്ലാം വാട്സപ്പിൽ അയച്ചു തരണം. പുതിയ വർഷം ആരംഭിക്കുകയാണ്. മലയാളികളുടെ ഏറ്റവും സന്തോഷജനകമായ ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള ഒരു വർഷത്തെ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ പുതിയ വർഷം എങ്ങനെയായിരിക്കും? ഇടവക്കൂറുകാർക്ക് വളരെ സന്തോഷിക്കാൻ പറ്റുന്ന കാലമാണ്. മേടക്കൂറുകാർക്ക് ഇത്തിരി വിഷമതകൾ നിറഞ്ഞ ഘട്ടമാണ്. കാരണം മേടക്കൂറുകാർക്ക് 2025 മാർച്ച് മാസം വരെ ശനി 11 നിൽക്കുന്നത് നല്ലതാണ്. വേഴൻ മെയ് മാസം വരെ 2 നിൽക്കുന്നത് നല്ലതാണ്. ഇവർക്ക് 11-ലും 2-ലും വേഴനും ശനി നിൽക്കുന്ന സമയം സർവ്വകാര്യങ്ങൾക്കും പുരോഗതി ഉണ്ടാകും. 2-ൽ വേഴൻ നിൽക്കുമ്പോൾ നല്ല വിദ്യ കിട്ടും, നല്ല കുടുംബം കിട്ടും, ധനം കിട്ടും. ഏത് പരീക്ഷയ്ക്കും മത്സരത്തിന് പോയാലും വിജയം കൊണ്ട് നേടാൻ പറ്റും. ചെറിയ പ്രയത്നം കൊണ്ട് വലിയ നേട്ടങ്ങൾ കിട്ടും. പഠിക്കാനും പഠിപ്പിക്കാനും വിദ്യാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സാമ്പത്തിക ഉയർച്ച നേട്ടങ്ങളും വിദ്യ കൊണ്ട് വലിയ കഴിവുകളും ജോലികളൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ള സമയമാണ്. കുടുംബം എന്ന് പറയുന്നത് അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, മരുമക്കൾ, ചെറുമക്കളെല്ലാം ഒന്നിച്ച് സ്നേഹിച്ച് ജീവിക്കാൻ, ചെറിയ കലഹം കൊണ്ട് വേർപെട്ട് കഴിയുന്നവർക്ക് സ്നേഹം കൊണ്ട് യോജിച്ച് ജീവിക്കാൻ, കാർത്തികക്കാർക്ക് ഒരുപാട് സ്നേഹിതരും ഫ്രണ്ട്സും ലവറും ഒക്കെ ഉള്ള ഒരു നാളാണ്. ആരെ കണ്ടാലും അവർക്ക് വലിയ സ്നേഹവും ഇഷ്ടമൊക്കെയാണ്. അപ്പം അങ്ങനെ ഒരാളോട് സ്നേഹം മാറി മറ്റൊരാളോട് സ്നേഹം കൂടുമ്പോഴാണ് കുടുംബത്തിൽ അടിയും അക്രമങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ കുടുംബ ബന്ധങ്ങൾ നിങ്ങളുടെ സ്നേഹബന്ധം കൊണ്ട് തകർന്നു പോകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. കുടുംബങ്ങൾ നമുക്ക് നല്ല സ്നേഹിച്ച് ജീവിക്കാൻ യോഗമുള്ളൊരു സമയമായതുകൊണ്ട് എത്ര കലഹിച്ചിരിക്കുന്നവർ ഒന്നിച്ച് ജീവിക്കാൻ മനസ്സ് കാണിക്കും. നിങ്ങളും കൂടെ മനസ്സ് കാണിച്ചാൽ നല്ലതായിരിക്കും. കുടുംബ ബന്ധങ്ങൾ തകർന്നു പോവാതെ നിങ്ങളുടെ ജീവിതം സംരക്ഷിക്കാൻ പറ്റും. ധനം എന്ന് പറയുന്നത് നമുക്ക് എവിടുന്ന് കിട്ടുമെന്ന് വെച്ചാൽ നമ്മളെ ജോലിയിൽ നിന്നേ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ജോലിയിൽ നിന്ന് അധ്വാനങ്ങൾ പരിശ്രമങ്ങളെ കൊണ്ടും സർക്കാരിൽ നിന്നും കോടതികളിൽ നിന്നും ഉന്നത വ്യക്തികളിൽ നിന്നുമൊക്കെ പലവിധ അനുമോദനങ്ങൾ, സഹായങ്ങൾ, സന്തോഷങ്ങളൊക്കെ കിട്ടി കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും കിട്ടും. അടുത്ത മെയ് മാസം കഴിയുമ്പോൾ മേടക്കൂറുകാർക്ക് വേഴൻ 3-ാമത്തെ രാശിയിൽ വരും. അപ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. കൂടാതെ മാർച്ച് മാസം മുതൽ ശനി 7-ന്റെ ശനി തുടങ്ങും. അപ്പോൾ മേടക്കൂറുകാർക്ക് 7-ന്റെ ശനി തുടങ്ങുമ്പോൾ വളരെ ദോഷമാണ്. നമ്മളെ രാമ ലക്ഷ്മണന്മാർ വരെ രാജ്യവും ഭരണവും ഒക്കെ നഷ്ടപ്പെട്ടു വനത്തേക്കേറിയ സമയമാണ് 7-ന്റെ ശനി. അത് വന്നാൽ നാനാരോഗം ഒന്ന് മാറി എന്തൊക്കെ അസുഖമാണെന്ന് അറിയാൻ പറ്റും. ഇന്നൊരസുഖം, നാളൊരസുഖം, മറ്റന്നൊരസുഖം, ഇങ്ങനെ പല പല ആരോഗ്യമുള്ളവരും കുതിരയെപ്പോലെ നടക്കണവർ കഴുതയെപ്പോലെ ആയിപ്പോണ ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. പല പല അസുഖങ്ങൾ സുഖത്തിനും സാമ്പത്തികം, ദാമ്പത്തികം, പുരോഗതിക്കൊക്കെ തടസ്സം വരും. സാമ്പത്തികം എത്ര സാമ്പത്തികമുള്ളവരും ഇരുന്ന പൈസയൊക്കെ എടുത്ത് പലതും ചെയ്ത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. വീട് വയ്ക്കും, വസ്തു വണ്ടിയൊക്കെ വാങ്ങിക്കും. ശനി 11 നിൽക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ 12 വരുമ്പോൾ ഈ വീട് വയ്ക്കേണ്ടിയിരുന്നു, വസ്തു വാങ്ങിക്കേണ്ടിയിരുന്നു, ബിസിനസ് നടത്താനെല്ലാം മതിയാക്കി കളയണമെന്ന് അങ്ങ് തോന്നും. ജോലിയിലും കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ടാവും. ഈ ഒരു രാജ്യത്ത് നിൽക്കണമെന്ന് വേറെ രാജ്യത്ത് പോകണമെന്ന് തോന്നും. ഉള്ള ജോലി കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഏജൻസി ബിസിനസ്സൊക്കെ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നും. പക്ഷെ അതിലൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച വിജയം കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾക്കുള്ള ജോലി, ബിസിനസ് ഇതൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. കേസ് വഴക്കുകൾ, അപവാദങ്ങൾ, കുടുംബ കോടതി ഇതൊക്കെ വരുന്ന സമയമാണ് 7-ന്റെ ശനി. സ്വന്തം അമ്മയും കുഞ്ഞമ്മയും അമ്മാവിയും അമ്മ വർഗത്തിൽപ്പെടുന്ന അമ്മമാരൊക്കെ ശത്രുവാകും. കാരണം രാമലക്ഷ്മണന്മാർ വനത്തിൽ കയറാൻ കാരണം എന്തിനാണ്? അച്ഛൻ സ്വത്തും വകയും അധികാരമൊക്കെ കൊടുത്ത് രാജാവാക്കി. സഹോദരൻ കൂടെ വനത്തിൽ പോയി. അപ്പോൾ അച്ഛനും സഹോദരനൊക്കെ സഹായിച്ചതേ ഉള്ളൂ. ആരാണ് ഉപദ്രവിച്ചത്? മന്ത്രിയും കൈകേയി അമ്മയും വേലക്കാരിയൊക്കെയാണ് പാര പണിഞ്ഞ് അവർക്ക് കിട്ടിയതും കൂടെ അടിച്ചു മാറ്റി കൊണ്ടുപോയത്.
അതേപോലെ നമുക്കുള്ളത് മറ്റു ബന്ധുക്കൾ തന്നെ പിടിച്ചു വാങ്ങിക്കാൻ പോകുന്നത്. നിങ്ങളെ വഞ്ചിക്കുകയും ചതിക്കുകയും വിശ്വാസവഞ്ചന, ചതി ഇതൊക്കെ ചെയ്യും. നിങ്ങളൊരു വീടും വസ്തു ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും നമ്മൾ പലവരെയും സഹായിച്ച് പെരുവഴിയിലായി പോവുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ് 7-2 ശനി. വാഹനങ്ങൾ ഓട്ടിക്കുന്നത്, സാമ്പത്തിക ഇടപാടുകൾ, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ, ഫ്രണ്ട്ഷിപ്പുകൾ ഒക്കെ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ചും മനസ്സിലാക്കിയും പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാനാവൂ. എന്നാൽ കാർത്തിക ഇടവക്കൂറുകാർക്ക് ശനി 11 വരെയാണ് 2025 മാർച്ചിൽ. ശനി 11 നിൽക്കുന്ന കാലം കഴിഞ്ഞ 30 വർഷം കൊണ്ട് നേടാൻ പറ്റാത്ത ഭാഗ്യങ്ങൾ നമുക്ക് കിട്ടും. വേഴൻ 1 നിന്ന് 2 വരികയാണ്. അതും വളരെ ഉയർച്ചയാണ്. അങ്ങനെ 11 ശനിയും 2 വേഴനും അവർക്ക് ഈ വർഷം വളരെ നല്ലതായിട്ട് തന്നെ വരും. അപ്പോൾ അങ്ങനെ നമുക്ക് ശനി 11 വരുന്നത് ഈ വർഷത്തിൻ്റെ അവസാനമാണ് കേട്ടോ. അപ്പോൾ മാർച്ച് മാസം മുതലാണ്. അപ്പോൾ ഈ മാർച്ച് മാസം മുതൽ അവർക്ക് 2 ഗ്രഹങ്ങൾ അനുകൂലിച്ച് വരുന്നത് കൊണ്ട് വളരെ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കിട്ടും. ഇപ്പം ഇടവക്കൂറുകാർക്ക് കണ്ടക ശനിയുണ്ട്. അതുകൊണ്ട് ജോലിക്ക് തടസ്സം, വീട് വയ്ക്കാൻ തടസ്സം, വസ്തു വിൽക്കാൻ തടസ്സം, വസ്തു വാങ്ങിക്കാൻ തടസ്സം, എല്ലാം തടസ്സമുണ്ടെങ്കിലും മഹായോഗം എന്ന് പറയുന്നത് യോഗം ഇടവക്കൂറുകാർക്ക് ശനി കുംഭൻ രാശി സഞ്ചരിക്കുന്നത് കൊണ്ട് കിട്ടാൻ യോഗമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജോലിയിൽ നമുക്ക് പ്രൊമോഷൻ കിട്ടിയത് വളരെ നല്ലതാണെങ്കിലും ജോലിഭാരം കൂടിയത്, ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തതൊക്കെ വിഷമമായിട്ട് ജോലി തന്നെ വേണ്ടാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ജോലിക്കും പുരോഗതി കിട്ടാനും മുതലാളിയായിട്ട് ജീവിക്കാനും ഒക്കെ യോഗം നമുക്ക് 2025 മാർച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടും. അതുവരെ നിങ്ങൾ ഇടവക്കൂറുകാർക്ക് സഹിക്കണം. എങ്കിലും വേഴൻ കഴിഞ്ഞ മെയ് മാസം മുതൽ 1 സഞ്ചരിക്കുന്ന സമയമാണ്. അടുത്ത 2025 മെയ് മുതൽ 2 സഞ്ചരിക്കുന്ന സമയമാണ്. അത് നമുക്ക് വളരെ അനുകൂലപരമായ ഗുണങ്ങൾ നമുക്ക് ചെയ്തു തരും. പിന്നെ വേഴൻ 1 നിൽക്കുമ്പോൾ സുഖസ്ഥിതി ചെയ്യാം, ആരോഗ്യ അർത്ഥ സമ്പത്തെയാണ്. സുഖസ്ഥിതി കിട്ടും, ജയം കിട്ടും, ആരോഗ്യം കിട്ടും, അർത്ഥ സമ്പത്തുകൾ കിട്ടും, കീർത്തി കിട്ടും. വിശേഷ ലബ്ധി എന്ന് വെച്ചാൽ കാശും സ്വാധീനം കൊണ്ടും ഒരു കാലത്തും നേടാൻ പറ്റാത്തതും ദൈവികം കൊണ്ടും ഭാഗ്യം കൊണ്ടും വന്നിന് വീടും വസ്തുവും ധനവും പണവും ഭാഗ്യവും സർവ്വ സൗഭാഗ്യങ്ങളും കിട്ടും. അങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതേപോലെ നമുക്ക് 2 വേഴം വരിക. അപ്പം 2 വേഴം വരുമ്പോഴും അതും അടുത്ത മെയ് മുതലാണ് വരുന്നത്. വേഴം ഇരിക്കുമ്പോൾ നല്ല വിദ്യയും കുടുംബവും ധനവും ഒക്കെ കിട്ടി കുടുംബജീവിതം സ്വസ്ഥമാകും. അപ്പം മേടക്കൂറ് കാർത്തികക്കാർക്ക് ഈ വർഷം 3/4 ഭാഗം കൊള്ളാം, അവസാന ഭാഗം ദോഷം. ഇടവക്കൂറ് കാർത്തികക്കാർക്ക് ഈ വർഷത്തിൻ്റെ 3/4 ഭാഗം വരെ ഇത്തിരി മങ്ങലാണ്. അത് കഴിഞ്ഞാൽ വർഷാവസാനം വലിയ വലിയ നേട്ടങ്ങളും പുരോഗതികളും ഒക്കെ കിട്ടും. അപ്പോൾ കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ മാസവും അമാവാസി തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ നട തുറന്നിരിക്കും. ഇപ്പോൾ രാവിലെ ഗണപതി ഹോമം, 10 മണിക്ക് മൃത്യുഞ്ജയ ഹോമം, 4 മണിക്ക് യമരാജ ഹോമം, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ പാല്, തൈര്, ചന്ദനം, കളഭം, കുങ്കുമം, മഞ്ഞൾ കുങ്കുമം, അതേപോലുള്ള വിശിഷ്ടമായിട്ടുള്ള 15ഓളം ദ്രവ്യങ്ങൾ, പുഷ്പം, ആരതി ഉൾപ്പെടെ ഉള്ളത് കൊണ്ടുള്ള അഭിഷേകാദി അർച്ചനകളും ദീപാരാധനകളും ഒക്കെ ഉണ്ട്. ഇതിലൊക്കെ പങ്കെടുത്ത ഒരുപാട് വിഷമതകളും മാറാനും നല്ലത് വരാനും പറ്റും. കാലഭൈരവൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുള്ളവർ ഇതിൽ മെസ്സേജ് അയയ്ക്കുക. പൂജകളും വഴിപാടുകളും നടത്താൻ ആഗ്രഹിക്കുന്നുള്ളവരും ഈ വാട്സപ്പിൽ മെസ്സേജുകൾ അയയ്ക്കുക. നിങ്ങൾക്ക് എല്ലാവിധ ആയുരാരോഗ്യ ഐശ്വര്യ പ്രവൃത്തികളും കിട്ടുന്നതിന് കാലഭൈരവ സ്വാമിയോടും പത്മനാഭ സ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.